ഹായ്, ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള +1 ഒരു പോർഷനാണ് സീക്വൻസ് ആൻഡ് സീരീസ്. അതിലെ ജോമെട്രി പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ്റെ വളരെ മെയിനായിട്ട് 1-2 പോയിൻറ്റ്സാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ജോമെട്രി പ്രോഗ്രഷൻ എന്താണ്, അല്ലെ GP എന്താണെന്നറിയാൻ ഒരു സീക്വൻസ് അല്ലെ സീരീസ് എഴുതുമ്പം അപ്പം GPയുടെ സീരീസിൽ ഇപ്പം 2, 4, 8, 16 ഇങ്ങനെ എഴുതുന്ന കേസിൽ ഓരോ വാല്യൂസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പല പല ടേംസ് ഒരുപാട് പോകുന്ന ടേംസിൽ ഇതൊരു സീക്വൻസ് ആണ്. ഇതൊരു സീരീസ് ആകണമെങ്കിൽ 2 + 4 + 8 + 16 എക്സെട്ര ഇങ്ങനെ എഴുതിയാലാണ് ഈ തന്നിരിക്കുന്ന സീക്വൻസ് സീരീസ് ആകുന്നത്. അപ്പോൾ ഈ ഒരു സീക്വൻസ് GP ആകണമെങ്കിൽ ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം അങ്ങനെ ടേംസ് എഴുതുമ്പം ഈ സീക്വൻസിൻ്റെ അകത്ത് ഈ സീക്വൻസിൽ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം, അല്ലെ തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം, അല്ലെ അടുത്ത ടേം ഫോർത്ത് ടേം ബൈ തേർഡ് ടേം ഇങ്ങനെ കിട്ടുന്ന ഈ റേഷ്യോ സെക്കൻഡ് ബൈ ഫസ്റ്റ്, തേർഡ് ബൈ സെക്കൻഡ് അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഈ റേഷ്യോ അതാണ്. ഇപ്പോൾ ഇവിടെ 4/2 2 ആണ്, 8/4 2 ആണ്, 16/8 2 ആണ്. ഇങ്ങനെ കിട്ടുന്ന ഈ റേഷ്യോ എല്ലാം ഡിവിഷനിൽ കിട്ടുന്ന ഈ വാല്യൂസിൻ്റെ പേരാണ് റേഷ്യോ. ഈ റേഷ്യോ എല്ലാം സെയിം ആയിരിക്കും. അങ്ങനെയുള്ള സെയിം ആയിട്ട് വരുന്ന റേഷ്യോയുടെ പേരാണ് കോമൺ റേഷ്യോ. അപ്പോൾ ഇവിടുത്തെ കോമൺ റേഷ്യോയുടെ വാല്യൂ ആണ് 2. റേഷ്യോ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ R-ലാണ്. പിന്നെ ഈ സീക്വൻസിൽ ഫസ്റ്റ് ടേം A1 അല്ലെങ്കിൽ A ആയിട്ട് ഫസ്റ്റ് ടേമിനെ എഴുതാം. ഇത് സെക്കൻഡ് ടേം A2, A3, A4 അങ്ങനെ ഈ സീക്വൻസ് എഴുതുമ്പം ഇതിലെ ഏതെങ്കിലും ഒരു ഇടയ്ക്കുള്ള ഒരു ടേം, ആ ടേം അറിയണമെങ്കിൽ അന്നേരമാണ് നമ്മൾ ജോമെട്രി പ്രോഗ്രഷൻ്റെ nth ടേം പഠിക്കുന്നത്. nth ടേം A1, A2, A3 ഇങ്ങനെ എഴുതുമ്പം ഈ ജോമെട്രി പ്രോഗ്രഷൻ അല്ലെ GPയുടെ nth ടേം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, സെക്കൻഡ് ടേം കാണാൻ ഫസ്റ്റ് ടേമിനെ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 2 4. തേർഡ് ടേം കാണാൻ സെക്കൻഡ് ടേമിനെ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ദേ സെക്കൻഡ് ടേം കാണാൻ ഫസ്റ്റ് ടേം ഇൻറ്റു റേഷ്യോ A × R. തേർഡ് ടേം കാണാൻ സെക്കൻഡ് ടേം ഇൻറ്റു റേഷ്യോ, അപ്പോൾ A2 × R. A2 × R എന്ന് പറയുമ്പം AR × R. അതാണ് A3യുടെ വാല്യൂ AR² ആകുന്നത്. അതാണ് തേർഡ് ടേം. ഫോർത്ത് ടേം കാണാൻ തേർഡ് ടേം ഇൻറ്റു റേഷ്യോ A3 × R. A3യുടെ വാല്യൂ AR² × R. അതാണ് ഫോർത്ത് ടേം AR³. അപ്പം തേർഡ് ടേം AR², ഫോർത്ത് ടേം AR³ അങ്ങനെ വരുമ്പം nth ടേമിൻ്റെ വാല്യൂ A × ഫോർത്ത് ടേം ആകുമ്പോൾ A × R/4നേക്കാട്ടിൽ 1 കുറവാണ് 3. തേർഡ് ടേം ആകുമ്പോൾ A × R/3 - 1 2. nth ടേം ആകുമ്പോൾ A × R/n - 1. ഇങ്ങനെയാണ് ജോമെട്രി പ്രോഗ്രഷൻ്റെ nth ടേം കണ്ടുപിടിക്കുന്നത്. ഒരു GP ഒരു ജോമെട്രി പ്രോഗ്രഷൻ്റെ ഇടയ്ക്കുള്ള ഏത് പദമാണോ അല്ലെ ഏത് ടേം ആണോ കാണണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. AN nth ടേം AR/n - 1. ഈ എഴുതിയിരിക്കുന്ന സീക്വൻസിൽ ഇടയ്ക്കിപ്പം
ഒരു 20th ടേം കാണണമെങ്കിൽ ഈ ഇക്വേഷനകത്ത് എന്നിന് പകരം 20 കൊടുത്താൽ മതി. അപ്പം എ 20 എന്ന് പറഞ്ഞാൽ എ ആർ റൈസ് ടു 20 മൈനസ് 1 19. എ ആർ റൈസ് ടു 19. എയുടെ വാല്യൂ ഫസ്റ്റ് ടേം ആണ് എ. 2 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 2 തന്നെ 2 റൈസ് ടു 19. അപ്പം 2 റൈസ് ടു 1 ഇൻറ്റു 2 റൈസ് ടു 19. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ആണെങ്കിൽ ബേസ് സെയിമും പവർ ഡിഫറൻറ്റും ആണെങ്കിൽ ഒരു ബേസ് എഴുതി പവർ തമ്മിൽ ആഡ് ചെയ്യാം. അത് ബേസിക് ആയിട്ടുള്ള ഒരു റൂളാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പം എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ ആയതുപോലെ 2 റൈസ് ടു 1 ഇൻറ്റു 2 റൈസ് ടു 19 ആണ് 2 റൈസ് ടു 20. അതാണ് ഈ സീക്വൻസിലെ 20th ടേം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം, ഇത് ഫസ്റ്റ് ടേം ആവുമ്പം 2 റൈസ് ടു 1, സെക്കൻഡ് ടേം ആവുമ്പം 4 വന്നത് 2 റൈസ് ടു 2, തേർഡ് ടേം ആവുമ്പം 2 റൈസ് ടു 3. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിലെ 20th ടേം എന്ന് പറയുമ്പം 2 റൈസ് ടു 20 ആണ്. ഇങ്ങനെ നമ്മളൊരു ജോമെട്രി പ്രോഗ്രഷൻ എടുക്കുമ്പം ഇപ്പം നമ്മൾ പഠിച്ചത് ഇതിലെ nth ടേം കാണാൻ ഈ ഇടയ്ക്കുള്ള ഒരു ടേം ഏതാണോ അത് കാണാനുള്ള ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്. അതിൽ നമുക്ക് മെയിനായിട്ടുള്ള 1-2 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. ഒരു GP ആകാനുള്ള റീസൺ റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. ആ റേഷ്യോ അറിയാമെങ്കിൽ തൊട്ടടുത്ത ടേം അറിയാം. തൊട്ട് മുമ്പിലത്തെ ടേമിന് റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നെക്സ്റ്റ് ടേം കിട്ടും. അപ്പോൾ ഇടയ്ക്കുള്ളൊരു ടേം കാണുന്നതാണ് nth ടേം. അപ്പോൾ നമുക്ക് 1-2 പ്രോബ്ലത്തിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി 20th ടേം. ഫൈൻഡ് ദി 20th ടേം. ക്വസ്റ്റ്യൻ 5/2, 5/4, 5/8 etc. 20th ടേം. ഫൈൻഡ് ദി 20th ടേം. 5/2, 5/4 etc. ഈ തന്നിരിക്കുന്ന സീക്വൻസിലെ 20th ടേം കണ്ടുപിടിക്കണം. 20th ടേം. അപ്പം ഇതിൽ nth ടേം അറിയാം. എ ആർ റൈസ് ടു n മൈനസ് 1. ഇതാണ് nth ടേം. എ ആർ റൈസ് ടു n മൈനസ് 1. അപ്പം 20th ടേം ആകുമ്പം എ 20 എ ആർ റൈസ് ടു 20 മൈനസ് 1 19. എ ആർ റൈസ് ടു 19. ഇതാണ് 20th ടേം. എ ആർ റൈസ് ടു 19. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. എയുടെ വാല്യൂ 5/2. എയുടെ വാല്യൂ 5/2 ആണ്. റേഷ്യോ കാണാൻ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം അല്ലെ തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം ചെയ്യുന്നതാണ് കോമൺ റേഷ്യോ. അപ്പോൾ സെക്കൻഡ് ടേം 5/4 ഡിവൈഡഡ് ബൈ 5/2. അല്ലെ ചില കുട്ടികൾ 5/8 ഡിവൈഡഡ് ബൈ 5/4 ചെയ്താലും റേഷ്യോ കിട്ടും. അപ്പോൾ ഡിവിഷൻ ആകുമ്പോൾ അറിയാം ഏതിനെ കൊണ്ട് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് എൻ്റെ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. a/b ഡിവൈഡഡ് ബൈ c/d എന്ന് പറഞ്ഞാൽ a/b ഇൻറ്റു റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം d/c. മൾട്ടിപ്ലിക്കേഷൻ അറിയാം. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പം അതിൻ്റെ ആൻസറായി. അപ്പം ഇവിടെ 5/4 ഇൻറ്റു 2/5. 5ഉം 5ഉം ക്യാൻസലായിപ്പോയി. അല്ല ഇതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടും ക്യാൻസൽ ചെയ്യാം. അല്ലെ 2ഉം 4ഉം കൂടെ ക്യാൻസലായപ്പോഴും 2. അങ്ങനെയാണ് റേഷ്യോ 1/2 കിട്ടിയത്. അപ്പോൾ കിട്ടിയ റേഷ്യോ ആണ് 1/2. ഈ റേഷ്യോ ഇപ്പോൾ ഫസ്റ്റ് ടേമിനെ ഈ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം സെക്കൻഡ് ടേം കിട്ടും. 5 × 1 5/2 × 2 4.
സെക്കൻഡ് ടേമിനെ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം തേർഡ് ടേം കിട്ടും. ഇങ്ങനെയാണ് റേഷ്യോ നമുക്ക് കിട്ടിയത്. അപ്പോൾ A20 കാണാൻ A ഇൻറ്റു 5/2 ഇൻറ്റു റേഷ്യോയുടെ വാല്യൂ 1/2 ദ ഓൾ റൈസ് ടു 19. 5/2 ഇൻറ്റു 1/2 ദ ഓൾ റൈസ് ടു 90. A/B ദ ഓൾ റൈസ് ടു n ആണ്. A റൈസ് ടു n ബൈ B റൈസ് ടു n. A/B ദ ഓൾ റൈസ് ടു n, A റൈസ് ടു n ബൈ B റൈസ് ടു n. അപ്പോൾ ഈ വാല്യൂ 5/2 ഇൻറ്റു 1/2 ദ ഓൾ റൈസ് ടു 19, 1 റൈസ് ടു 19 ബൈ 1 റൈസ് ടു എനി വാല്യൂ വന്നാൽ ആൻസർ 1 തന്നെ. അപ്പോൾ 1 റൈസ് ടു 19 ബൈ 2 റൈസ് ടു 19. അപ്പോൾ ആൻസർ 5 ഇൻറ്റു 1 5 ബൈ 2 റൈസ് ടു 1 ഇൻറ്റു 2 റൈസ് ടു 19 ആണ് 2 റൈസ് ടു 20. ഇതാണ് ഈ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ nth ടേം, സോറി അതിൻ്റെ 20th ടേം. ഇതേപോലെ നമുക്ക് ഈ തന്നിരിക്കുന്ന സീക്വൻസിൽ 100ാമത്തെ ടേം A100 അല്ലെ 1000 ടേം, അത് ഏത് ടേം ആണേലും അതിനിടയ്ക്കുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് പറ്റും. ഇതാണ് ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ഇടയ്ക്കുള്ള ഒരു ടേം കാണാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ എന്താണെന്ന് പഠിച്ചു. ഡിവിഷൻ എപ്പോഴും സെയിം ആയിട്ടുള്ള സീക്വൻസ് ആണ്. അങ്ങനെ വരുന്നതിൽ ഡിവിഷൻ സെയിം ആണെങ്കിൽ അതിൻ്റെ പേരാണ് റേഷ്യോ. ആ റേഷ്യോ ആണ് കോമൺ റേഷ്യോ. ആ റേഷ്യോ അറിയാം, ഫസ്റ്റ് ടേമും അറിയാമെങ്കിൽ നമുക്ക് nth ടേം കണ്ടുപിടിക്കാം. A ഇൻറ്റു R റൈസ് ടു n-1 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് nth ടേം കാണാം. ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞതുപോലെ തന്നെ ഇനി നമുക്കൊരു സീക്വൻസ് തന്നിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ടേം, പർട്ടിക്കുലർ ടേമും തരും. അത് ആ സീക്വൻസിൻ്റെ എത്രാമത്തെ ടേം ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞത് nth ടേം കാണാനാണ് പഠിച്ചത്. ഇനി അതേപോലെ തന്നെ നമുക്കൊരു സീക്വൻസ് തരുമ്പം ഒരു സീക്വൻസ് 2, 2√2, ഇങ്ങനെ തന്നിരിക്കുന്ന ഒരു സീക്വൻസ് അല്ലെങ്കിൽ 4 എക്സെട്ര ഈസ് 128. ഈ സീക്വൻസിൽ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ഇങ്ങനെയുള്ള സീക്വൻസിൽ വന്നിരുന്ന ഒരു ടേമാണ് 128. അത് ഈ സീക്വൻസിൻ്റെ എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഈ സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഫസ്റ്റ് ടേം. അപ്പം നമുക്ക് ആദ്യം GP ആണെന്ന് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ റേഷ്യോ ആദ്യം കണ്ടുപിടിക്കണം. റേഷ്യോ കാണാൻ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം അല്ലെ തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം. 2 2 ക്യാൻസലായിപ്പോയി. അപ്പോൾ റേഷ്യോയുടെ വാല്യൂ √2 കിട്ടി. കറക്റ്റാണോ നോക്കാം. 2 ഇൻറ്റു √2 ആണ് 2√2. 2√2 ഇൻറ്റു √2 ആണ്. √2 ഇൻറ്റു √2 2 ആണ്. 2 ഇൻറ്റു 2 4 ആണ്. അങ്ങനെ വരുമ്പോൾ റേഷ്യോ കറക്റ്റാണ്. കോമൺ റേഷ്യോ √2. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 2. ഇനി ഇതിൻ്റെ ഇടയ്ക്കൊരു ടേം 128 വരുന്നതിനെ എത്രാമത്തെ ടേമാണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ എടുക്കുകയാണ് ലെറ്റ് nth ടേം ബി 128. ഇതിലെ nth ടേം ആയിട്ട് അത് എടുക്കുക. nth ടേം എന്ന് പറഞ്ഞാൽ an ഈസ് ഈക്വൽ ടു 128. അറിയാത്തത് കൊണ്ട് അതിനെ nth ടേം ആയിട്ട് ലെറ്റ് an ഈസ് ഈക്വൽ ടു 128. എന്നിട്ട് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എന്നിൻ്റെ വാല്യൂ കാണാൻ anൻ്റെ വാല്യൂ r⁻n-1 ഈസ് ഈക്വൽ ടു 128. എയുടെ വാല്യൂ അറിയാം
2 ഇൻറ്റു റേഷ്യോ √2 റേസ് ടു n മൈനസ് 1 ഈസ് ഈക്വൽ ടു 128. ഈ 2വിനെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം, അല്ലെ 2ഉം 128 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം 2ഉം 128 ക്യാൻസൽ ചെയ്ത് പോയപ്പം 64. 128/2 64. ബേസ് സെയിം ആക്കുവാണെങ്കിൽ a⁻m ഈസ് ഈക്വൽ ടു a⁻n ആണെങ്കിൽ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. m ഈസ് ഈക്വൽ ടു n. ബേസ് സെയിം ആണെങ്കിൽ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. a⁻m ബേസ് a⁻n ബേസ് a ആണെങ്കിൽ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പം ഇവിടുത്തെ ബേസ് ലെഫ്റ്റ് സൈഡിലെ ബേസ് എന്താണോ അത് തന്നെ റൈറ്റ് സൈഡിലാക്കുമ്പം √x എന്ന് പറഞ്ഞാൽ x⁻1/2 ആണ്. ബേസിക് ആയിട്ടുള്ള റിസൾട്ടാണ്. റൂട്ടിനകത്ത് എന്ത് വാല്യൂ വന്നാലും ആ വാല്യൂ ⁻1/2. അപ്പം √2 എന്ന് പറയുമ്പം √2ൻ്റെ വാല്യൂ ആണ് 2⁻1/2. 2⁻1/2. അപ്പം 2⁻1/2 the all raised to n minus 1. √2 ആണ് 2⁻1/2. അപ്പം 2⁻1/2 the all raised to n minus 1 is equal to 64. is equal to 64. പിന്നെ അവിടെ നമ്മൾ നിങ്ങൾക്ക് അറിയാവുന്ന റിസൾട്ടാണ്. ബേസിനകത്ത് a⁻m the all raised to n എന്ന് പറഞ്ഞാൽ ആൻസർ a⁻mn ആയി. a⁻m the all raised to n ആണ് a⁻mn. അതേപോലെ 2 m-ൻ്റെ വാല്യൂ 1/2, n-ൻ്റെ വാല്യൂ n-1 ആവുമ്പം അതിൻ്റെ വാല്യൂ ആണ് 2⁻1/2 ഇൻറ്റു n-1 ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലെ ബേസ് 2 ആയതുകൊണ്ട് 64നെയും 2വിൻ്റെ ബേസിലോട്ട് എഴുതുമ്പം 64 ഫാക്ടറൈസ് ചെയ്തു. ലാസ്റ്റ് 4ഓ 0യൊക്കെ വന്നാൽ ഏറ്റവും ചെറിയ നമ്പർ 2 കൊണ്ട്, ഈവൻ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എടുക്കണം. 64/2 32/2 16/2 8. 8/2 4 2 2. അപ്പം 2ൻ്റെ ബേസ് ആയിട്ട് എഴുതുമ്പോൾ 2 എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കിയപ്പം 1 2 3 4 5 6. അപ്പം 2⁻6. ലെഫ്റ്റ് സൈഡിലെ ബേസ് 2 ആക്കി, റൈറ്റ് സൈഡിലെ ബേസ് 2 ആക്കിയപ്പം ബേസ് സെയിം ആണെങ്കിൽ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പം ഇവിടുത്തെ ബേസ് സെയിം ആയി, പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്തപ്പം 1/2 ഇൻറ്റു n-1 ഈസ് ഈക്വൽ ടു 6. പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. 1/2 ഇൻറ്റു n-1 ഈസ് ഈക്വൽ ടു 6. n-ൻ്റെ വാല്യൂ കാണാൻ n-1 ഈസ് ഈക്വൽ ടു, ഇത് ബ്രാക്കറ്റ് മാറ്റി അകത്തോട്ട് നിങ്ങൾ ചെയ്യുന്നതിലും നല്ലത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. 6 ഇൻറ്റു 2 12. അപ്പം n-ൻ്റെ വാല്യൂ 12 + 1 13. അതായത് ആ തന്നിരിക്കുന്ന സീക്വൻസിൽ 1 2 3 അങ്ങനെ പോകുമ്പം 13ാമത്തെ ടേം അല്ലെ 13th ടേം ആണ് 128 ആയിട്ട് വരുന്നത്. ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണുമ്പം ക്ലിയർ ആകും. ആ സീക്വൻസിൽ 13ാമത്തെ ടേം അല്ലെ 13th ടേം ആണ് 128 ആയിട്ട് വന്നത്. ഒരെണ്ണം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ പഠിക്കുന്നത് വിച്ച് ടേം, ഏത് ടേമാണ് അതിൻ്റെ ഇടയ്ക്ക് തന്നിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണുള്ള പ്രോബ്ലംസ് ആണ്. ചെയ്ത് നോക്കണം. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. എക്സാമിന് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്.
ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം. 1/3, 1/9, 1/27 എക്സിട്ര 1 ഒരു നമ്പർ തന്നിട്ടുണ്ട് 19683. ഇതിൽ ഈ തന്നിരിക്കുന്ന സീക്വൻസിൽ ഈ ലാസ്റ്റ് തന്നിരിക്കുന്ന വാല്യൂ എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണം. ഇതേ GP തന്നെയാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് ഈ പർട്ടിക്കുലർ ടേം അറിയാത്തത് കൊണ്ട് നമ്മൾ nth ടേമായിട്ട് എടുക്കണം. ലെറ്റ് nth ടേം an ഈസ് ഈക്വൽ ടു ഏത് നമ്പറാണോ തന്നത് ആ വാല്യൂ നോട്ട് ചെയ്യണം. പിന്നെ ഇവിടുന്ന് ഫസ്റ്റ് ടേമും റേഷ്യോയും എല്ലാം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം 1/3, റേഷ്യോ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം 1/9 ഡിവൈഡഡ് ബൈ 1/3. റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം 1/9 ഇൻറ്റു 3/1, 3 9 ക്യാൻസലായിപ്പോയി. അപ്പോൾ 1/3. അപ്പോൾ റേഷ്യോ കിട്ടി 1/3. നമ്മളപ്പോൾ എടുക്കുമ്പം nth ടേം r⁻n−1 ഈസ് ഈക്വൽ ടു 1/19683. അപ്പോൾ അതിൽ എയുടെ വാല്യൂ 1/3 ഇൻറ്റു റേഷ്യോ 1/3 റേസ് ടു n−1 ഈസ് ഈക്വൽ ടു 1/19683. ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒന്നുകിൽ ഡിനോമിനേറ്റർ ഒരുപോലെ ഉള്ളത് ക്യാൻസൽ ചെയ്യാം, അല്ലെ ന്യൂമറേറ്റർ ഒരുപോലെ ഉള്ളത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ നമ്പറും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ പവർ മാറ്റിയിട്ട് ഇക്വേറ്റ് ചെയ്യാം. പവർ മാറ്റുമ്പോൾ a/b the whole raised to n is equal to a⁻n by b⁻n. അതിലോട്ട് നമ്മൾ വാല്യൂ കണക്ട് ചെയ്ത് എഴുതിയപ്പം ഫസ്റ്റിൽ 1/3 ഇൻറ്റു 1⁻n−1 1/3⁻n−1 ഈസ് ഈക്വൽ ടു ആ തന്ന വാല്യൂ അതുപോലെ തന്നെ നോട്ട് ചെയ്തു. ഇവിടെയും ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു. 1 × 1 1 ഡിവൈഡഡ് ബൈ 3⁻1 ഇൻറ്റു 3⁻n−1. a⁻m ഇൻറ്റു a⁻n ചെയ്തതുപോലെ തന്നെ 3⁻1 ഇൻറ്റു 3⁻n−1 ചെയ്തപ്പം 3⁻1 പ്ലസ് n−1. അപ്പം 3⁻n ഈസ് ഈക്വൽ ടു 1/ തന്നിരിക്കുന്ന വാല്യൂ അതുപോലെ തന്നെ കൊടുത്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്തപ്പം 3⁻n ഈസ് ഈക്വൽ ടു 19683. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബേസ് ലെഫ്റ്റ് സൈഡിൽ 3 ആണ്. റൈറ്റ് സൈഡിലെ ഈ നമ്പറും ഫാക്ടറൈസ് ചെയ്ത് 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് 3 എത്ര പ്രാവശ്യം വരുന്നോ അത് പവറായിട്ട് എഴുതി പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ടേം എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു ടേം ഇടയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഇത്രാമത്തെ ടേം അല്ലെ തന്നിരിക്കുന്ന ടേം കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന റിസൾട്ട് ഇതാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഇടയ്ക്കുള്ള ഒരു ടേം ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും, എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പർട്ടിക്കുലർ ടേമിൻ്റെ വാല്യൂ കാണാനും പറ്റും. ഇന്നത്തെ ജോമെട്രി പ്രോഗ്രഷൻ്റെ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.